ഈ ഡോക്ടർ ശ്രീ TS ശ്യാംകുമാർ, നമുക്കറിയാം ഈ അംബേദ്കറിനോട് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു? ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും കോൺഗ്രസ് ചില സമയത്ത് അംബേദ്കറിനെ കൂടെ കൂട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ കോൺഗ്രസിനോട് എതിർത്താണ് അംബേദ്കർ എല്ലാ കാലത്തും നിന്നതും മറ്റും. ഇപ്പോൾ ഈ മാറിയ കാലത്ത് ഇപ്പോൾ എന്തിൻ്റെ പേരിലായാലും ഈ അംബേദ്കറിനോട് ഈ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും കോൺഗ്രസിനും BJPക്കും ഉണ്ടാകുന്ന വല്ലാത്ത ഒരു സ്നേഹം, വല്ലാത്ത ഒരു അടുപ്പം, വല്ലാത്തൊരു കരുതൽ, അദ്ദേഹത്തെ തങ്ങളുടെ ആളാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമൊക്കെ എന്തിൻ്റെ ഭാഗമാണ് എന്ന് ആരും ചിന്തിച്ചാൽ നമുക്ക് നോക്കിപ്പോകാനുള്ളത്. കാരണം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ ബീഹാറിലും ഡൽഹിയിലുമായിട്ട് നടക്കാൻ പോവുകയാണ്. ദളിത പിന്നോക്ക വോട്ടുകൾ എത്രത്തോളം നിർണായകമാണ് ഈ സംസ്ഥാനങ്ങളെന്ന് നമുക്കറിയാം. അവിടെയാണ് അറിഞ്ഞോ അറിയാതെയോ പറ്റിയ ഒരു അബദ്ധത്തെ ആ തരത്തിൽ ന്യായീകരിക്കാൻ BJP ശ്രമിക്കുന്നത്. അതൊരു വലിയ അബദ്ധമാക്കി ചിത്രീകരിക്കാനും അതിനെ വല്ലാതെ കത്തിക്കാനും കോൺഗ്രസും ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നേ ഇല്ല. അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പറയാൻ യാതൊരു ന്യായീകരണത്തിന് അവകാശവുമില്ല. കാരണം ഞാൻ ഒരു അംബേദ്കറിന്റെ ഒരു കോട്ട് വായിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം. 1947 സെപ്റ്റംബർ 25 ബോംബെയിലെ സിദ്ധാർത്ഥ് കോളേജ് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അംബേദ്കർ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിലെ വരികൾ ഇങ്ങനെയാണ്: ന്യൂനപക്ഷങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മൗലികാവകാശം എന്നാൽ ഭൂരിപക്ഷത്തിന് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ ഒരവകാശവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ മറക്കരുത്. അതാണ് മൗലികാവകാശം എന്നതിന്റെ അർത്ഥം. ഒരു ഭരണഘടനയിൽ മൗലികാവകാശം ഭൂരിപക്ഷത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള അധികാരത്തിനു മേൽ പരമമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഭൂരിപക്ഷ ഭരണം എന്നത് വാസ്തവത്തിൽ ഒരു യാദൃച്ഛികതയാണ് എന്ന് 1947 സെപ്റ്റംബർ 25 ബോംബെയിൽ സിദ്ധാർത്ഥ് കോളേജിൽ ഡോക്ടർ BR അംബേദ്കർ പ്രഭാഷണം നടത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യത്തെ സമ്പൂർണമായി അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഭരണകൂട ശക്തികൾ, സുപ്രീം കോടതി ഉൾപ്പെടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യ സങ്കല്പത്തെ സമ്പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തമ്പാൽ മസ്ജിദിന് നേരെയുള്ള ആക്രമണം, ഈ ഗ്യാൻവാപ്പി പോലെയുള്ള മസ്ജിദുകൾക്ക് മേലുള്ള ഹിന്ദുത്വവാദികളുടെ ആക്രമണം, ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിലുള്ള ഹിംസ നടക്കുന്ന ഒരു കാലഘട്ടം, അവരെ അപരരായി കാണുന്ന ഒരു രാഷ്ട്രീയ സങ്കല്പം, രാഷ്ട്രീയ വ്യവസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഭീകരമായ മുസ്ലിം ആക്രമണം, ന്യൂനപക്ഷ ആക്രമണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തെളിയിക്കുന്ന എന്താണ്? അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പല അർത്ഥത്തിലും അംബേദ്കറോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അതൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ത്യയിലെ കോടാനുകോടി മർദ്ദിത ജനങ്ങൾക്ക് ആശ്വാസവും അഭയവും ആശ്രയവും നീതിയുടെ വെളിച്ചവുമാണ് അംബേദ്കർ. അത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ കക്ഷികൾ കൊടുത്തതല്ല. കാരണം ജനാധിപത്യ ഭരണഘടന എന്ന് പറയുന്ന ആശയത്തെ ഇന്ത്യക്ക് നൽകിയ ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിലാണ്. അത് പ്രാതിനിധ്യം എന്ന് പറയുന്ന ആശയത്തെ വെറുക്കുന്ന ആരാണ്? ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികളും എല്ലാവരും ഒരുപോലെ, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഒരുപോലെ പ്രാതിനിധ്യം എന്ന് പറയുന്ന ആശയത്തെ വെറുക്കുന്നു. ആ ആശയത്തിന്റെ കടക്കൽ കത്തിവെച്ചത് ആരാണ്? EWS എന്ന് പറയുന്ന ഓമന പേരിൽ പാസാക്കിയ സവർണ സംവരണം. ഈ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടല്ലേ ആ സവർണ സംവരണം പാസാക്കിയത്? ആ സവർണ സംവരണം എന്ന് പറയുന്ന ആശയം അടിസ്ഥാനപരമായി ഡോക്ടർ BR അംബേദ്കർ കൊണ്ടുവന്ന റെപ്രസെന്റേഷൻ ഫോർ ഓൾ ക്ലാസസ് എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ്. കാരണം ഓൾറെഡി തന്നെ അമിത പ്രാതിനിധ്യമുള്ള ഒരു വിഭാഗത്തിന് വീണ്ടും ആ അമിതാധികാര കുത്തകയെ അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് വീണ്ടും EWS സംവരണം. അതിലെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും പിന്തുണയ്ക്കുകയല്ലേ ചെയ്തത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ സർവകലാശാല അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 96% തസ്തികകളിലും അധ്യാപക തസ്തികകളിലും സവർണരാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ IIT-കളിൽ മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്കനുസരിച്ച് ഇന്ത്യൻ IIT-കളിലെ അധ്യാപക തസ്തികകളിൽ ഭൂരിഭാഗവും സവർണരാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും ഇന്ത്യൻ ഭരണഘടനയുടെ വിധാതാവും സാമൂഹ്യനീതിയുടെ സംസ്ഥാപകനും രാഷ്ട്രീയ തത്വചിന്തകനും ഒക്കെയായ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എല്ലാ നിയമ തത്വങ്ങളെയും എല്ലാ ജനാധിപത്യ തത്വങ്ങളെയും മറികടന്നുകൊണ്ടും അട്ടിമറിച്ചുകൊണ്ടുമല്ലേ ഈ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ അതായത് ഇപ്പോൾ ഈ പാർലമെന്റിൽ കിടന്ന് അംബേദ്കറുടെ പേരിൽ പോരടിക്കുന്ന
രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ സ്നേഹമോ അദ്ദേഹത്തിന്റെ ആശയങ്ങളോടുള്ള അടുപ്പവുമില്ല, അതിന് പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അല്ല, ലക്ഷ്യങ്ങൾ പലതും ഉണ്ടാവാം. ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ കക്ഷികളാകുമ്പോൾ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഞാൻ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യത്തെ മാത്രമല്ല. ഇന്ത്യ പോലൊരു വിശാലമായ രാജ്യത്ത് ജനങ്ങളുടെ ഒരു ജനാധിപത്യപരമായ അവകാശങ്ങളുണ്ടല്ലോ. ഒരു ഉദാഹരണം മാത്രം അതിലേക്ക് ഞാൻ സൂചിപ്പിക്കാം. സാമുദായിക സെൻസസ് നടപ്പിലാക്കണം. ഇത് കോൺഗ്രസിന്റെ കാലത്ത് സാമുദായിക സെൻസസ് കൊണ്ടുവന്നല്ലോ. എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നില്ല? കർണാടകയിൽ ജാതി സെൻസസ് നടത്തുകയാണല്ലോ, എന്തുകൊണ്ട് റിപ്പോർട്ട് കൊണ്ടുവന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഇത് അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ വ്യത്യസ്ത ജനസമുദായങ്ങൾക്ക്, പുറന്തള്ളപ്പെട്ട ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്ക ജനതയ്ക്കും മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അവർക്ക് പ്രാതിനിധ്യാവകാശങ്ങൾ ലഭ്യമാകണമെങ്കിൽ സാമുദായിക സെൻസസ് കൃത്യമായിട്ട് നടക്കണം. എന്തുകൊണ്ടാണ് അംബേദ്കറിനോട് പ്രേമമുണ്ടെന്ന് പറയുന്ന ഇടതു വലത് കക്ഷികളൊക്കെ തന്നെ സാമുദായിക സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് ദളിതർക്കും ആദിവാസികളുടെയും പ്രാതിനിധ്യാവകാശം ഊട്ടിയുറപ്പിക്കാൻ തയ്യാറാവാത്തത്? കേരളത്തിൽ ഒരു കാര്യം മാത്രം ഉദാഹരണമായിട്ട് പറയാം. ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യം ശൂന്യതരമാണെന്ന്. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോളേജുകൾ അടക്കം പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളെല്ലാം തന്നെ സമ്പൂർണ്ണമായി പുറന്തള്ളപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് കേരളത്തിൽ പുരോഗമന എന്ന് പറയുന്ന കേരളത്തിൽ പോലും നിലനിൽക്കുന്നത്.